23 കൊല്ലമായി ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട്. 23 ഇപ്പോൾ 24 കൊല്ലം കൊല്ലത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഈ 23 കൊല്ലത്തിൻ്റെ ഇടയിൽ 2020 തുടക്കം വരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് കൂടി ഞാൻ നേരിട്ട് കണ്ട മയക്കുമരുന്ന് എന്ന് പറയുന്നത് കഞ്ചാവ് മാത്രമായിരുന്നു. നേരിട്ട് കണ്ടത്. കാര്യം മറ്റു മയക്കുമരുന്നുകളൊന്നും ഞങ്ങൾക്ക് കേസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ മയക്കുമരുന്നുണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും പലതരത്തിലുള്ള കേസുകളിലൊക്കെ നമുക്ക് കിട്ടുന്നൊരവസ്ഥയാണ്. എക്സൈസും പോലീസും ഒക്കെ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ ചെറിയ കുട്ടികളിൽ നിന്ന് പോലും പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ എന്തപ്പോ പുതുതായിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ പേരോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അതിന് പൊതുവെ പറയുന്ന പേരൊരൊറ്റ എന്നേ ഉള്ളൂ: സിന്തറ്റിക് ഡ്രഗ്സ്, രാസലഹരികൾ. ഈ രാസലഹരി ഇന്ന് നമ്മുടെ നാടും വീടും ഒക്കെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ രാസലഹരിയുടെ പ്രശ്നങ്ങൾ, ഈ ഒരു പുതിയ ലഹരിയുടെ ചില പുതിയ പ്രശ്നങ്ങൾ, അതിൻ്റെ ചില പുതിയ വഴികൾ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വഴികൾ, ആ കാര്യങ്ങളാണ് നാം പ്രത്യേകിച്ച് ഈ ഒരു സെഷനിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു പുതുലഹരി നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഈ ഒരു പുതുലഹരിയിലേക്ക് നമ്മൾ എത്തുന്ന ചില പുതിയ വഴികളും പ്രധാനമായിട്ടും നമ്മളിപ്പോൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു രാസലഹരി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക: കുറച്ച് കെമിക്കൽസും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ എവിടെ ഉണ്ടാക്കാം. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നവർ നമ്മുടെ നാട്ടിലില്ല. ഞങ്ങൾക്ക് എക്സൈസിനോ പോലീസിനോ ഇതുവരെ അങ്ങനെ ഒരു കേസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി അതും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട് എവിടെ എത്തും എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. ഈ ഒരു പുതുലഹരിയുടെ പുതിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതായത് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ലഹരി വസ്തുക്കളെ അപേക്ഷിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞങ്ങൾ മുമ്പൊക്കെ ഇങ്ങനെ നിങ്ങളെ പോലുള്ള കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ലഹരി വസ്തുക്കളൊക്കെ അന്നുണ്ടായിരുന്ന ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന എന്തൊക്കെയാണ്? സിഗരറ്റ്, ഹാൻസ്, പാൻപരാഗ്, മദ്യം, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുണ്ടാക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ കുട്ടികൾക്ക് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സത്യം പറയട്ടെ, ഇന്നുള്ളതിനേക്കാളും വലിയൊരു പ്രതീക്ഷ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ആരും ഇതൊന്നും ഉപയോഗിക്കില്ല എന്നുള്ളതൊന്നുമല്ല. അതിനേക്കാളും വലിയൊരു പ്രതീക്ഷ എന്തായിരുന്നു എന്നറിയോ? ഇച്ചിരി കാലം കൂടെ ബാക്കിയുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. കാര്യം അന്നുണ്ടായിരുന്ന ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ പേരിൽ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കുറച്ച് സമയം കിട്ടിയിരുന്നു. സിഗരറ്റ് വലിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഹാൻഡ്സ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആരും പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചിട്ടൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. നമുക്ക് കുറച്ച് സമയം കിട്ടിയിരുന്നു. അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് കുറച്ച് സമയം കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് അതില്ല. ഒരു 4-5 കൊല്ലം, ഒരു 5 കൊല്ലത്തിനപ്പുറത്തേക്ക് ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മയക്കുമരുന്നുകൾ. 5 കൊല്ലത്തിനപ്പുറത്തേക്ക് ജീവിതം തന്നെ ഇല്ല. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള ഒരു അവയവമാണല്ലോ പല്ല്. ഈ പല്ല് പൊടിഞ്ഞു പോവുക അല്ലെങ്കിൽ ദ്രവിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മെത്തമൗത്ത് എന്നൊരു അസുഖമുണ്ട്. ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ്. ഒരിക്കൽ കൊടിയത്തൂർ എന്നുള്ളൊരു സ്ഥലത്ത് അവിടെ ഒരു NGO, ഒരു സംഘടന, ഒരു ഡി അഡിക്ഷൻ ക്യാമ്പ് നടത്തി. ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകളെ തിരികെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തീർത്തും സൗജന്യമായ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു. അന്ന് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള 35 പേര് അഡ്മിറ്റ് ആയിരുന്നു. ആ 35 പേരുമായിട്ടൊരു ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണ് വിമുക്തി മിഷന്റെ ഭാഗമായിക്കൊണ്ട് എന്നെ വിളിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ 35 പേരിൽ 29 പേര് മയക്കുമരുന്നിന് അടിമകളായിരുന്നു, 6 പേര് മദ്യത്തിനടിമകളാണ്. അന്ന് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു മെത്തമൗത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പല്ല് പൊടിഞ്ഞു പോകുന്ന ഈ ഒരു അസുഖത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പയ്യൻ, അവന് 23 വയസ്സേ ഉള്ളൂ. അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഈ 2 വിരൽ വെച്ചിട്ട് ഈ മേലെ ചുണ്ടൊന്ന് ഇങ്ങനെ പൊളിച്ചിങ്ങനെ പൊന്തിച്ചിങ്ങോട്ട് കാണിച്ചു എന്നെ. ഞാൻ നോക്കുമ്പോൾ നമ്മള് നാടൻ ഭാഷയിൽ പലകപ്പല്ല് എന്നൊക്കെ പറയില്ലേ, വലിയ ഈ 3-4 പല്ല്, ആ വലിയ 3-4 പല്ല് കാണാനില്ല. അവിടെ കുറ്റി പോലെയുള്ളൂ. നമ്മുടെ ഈ ചെറിയ പൊടി മക്കൾക്കൊക്കെ പുഴുപ്പല്ലൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ദ്രവിച്ചു പോയതാണ്. ഞാൻ അവരോട് ചോദിച്ചു, എത്ര കൊല്ലമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? സാറേ 2 കൊല്ലം. വെറും 2 വർഷത്തെ ഉപയോഗം കൊണ്ട് നമ്മുടെ പല്ല് പോലും പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മയക്കുമരുന്നുകൾ. ഇനി ഇതിനേക്കാളും ഭീകരമായിട്ടുള്ളൊരവസ്ഥ ഒന്നുകൂടിയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തീരുമാനിക്കാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്നുകൾ എത്തുമോ?
എത്തുമോ? ഉറപ്പാണോ? എത്തും. ഇന്ന് നമ്മൾ തീരുമാനിക്കൊന്നും വേണ്ട നമ്മുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് എത്താൻ. ആരെങ്കിലും തീരുമാനിച്ചാൽ മതി ആരുടെയെങ്കിലും ഉള്ളിൽ മയക്കുമരുന്ന് എത്താൻ. ഇപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ മുന്നിലുള്ള ഈ ഒരു 50ഓളം പെൺകുട്ടികളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് സെക്കൻഡുകൾ മതി. അതാണ് കാലം. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുന്ന സമയത്ത് എൻ്റെ വിരൽ അതിലൊന്ന് മുക്കി, നിങ്ങളത് കുടിച്ചു, നിങ്ങളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തി. എന്താ കാര്യം? ഞാൻ ഈ വിരൽ ആദ്യം മുക്കിയത് എവിടെയാണെന്ന് നിങ്ങൾ അറിയില്ല. എൻ്റെ വിരലിന്റെ നഖങ്ങൾക്കിടയിൽ ഞാൻ എന്താ ഒളിപ്പിച്ചത് നിങ്ങൾ അറിയാം. കാരണം ഇപ്പൊ വളരെ കുറച്ച് അളവ് മതി. പേപ്പറൊക്കെ വായിക്കലുണ്ടോ? ഉണ്ടോ? തല അളക്കാനൊരു മടിയുണ്ട്. ഓക്കെ, പേപ്പറൊക്കെ വായിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ എക്സൈസുകാരും പോലീസുകാരും ഒക്കെ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്ന് കേസിനെ കുറിച്ച് ഇഷ്ടംപോലെ വാർത്ത കേൾക്കുന്നുണ്ടല്ലോ. മുമ്പൊക്കെ ആണെങ്കിൽ ഈ 2020 മുമ്പാണെങ്കിൽ കിലോ കണക്കാണ് എപ്പോഴും ഉണ്ടാകാറ്. ഇപ്പോഴും കിലോ കണക്ക് ഉണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ കണക്ക് എന്തിൻ്റെയാണെന്നറിയോ? ഗ്രാം കണക്കും മില്ലിഗ്രാം കണക്കും അല്ലേ. 1/2 ഗ്രാം പിടിച്ചു, 1 ഗ്രാം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരും. അപ്പൊ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കും, എടാ ഈ 1 ഗ്രാമൊക്കെ പിടിക്കുന്നതിന് ഇത്ര വല്ല ബിൽഡപ്പ് കൊടുക്കണമെന്നാ ചോദിക്കാറുണ്ട് നമ്മളോട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 1 ഗ്രാം റീറ്റെയിലായിട്ട് വീതം വെച്ച് വരുമ്പോൾ ഏകദേശം 1 ഗ്രാം ഗോൾഡിന്റെ വില വരും. ആ 1 ഗ്രാം മതി 10-15 പേർക്ക് ലാവിഷായിട്ട് 4-5 ദിവസത്തേക്ക്. അത്രയും കുറഞ്ഞ അളവിൽ മതി എന്നതുകൊണ്ട് തന്നെ ഇത് എക്സൈസിന്റെയും പോലീസിന്റെയും നിയമത്തിന്റെയും ഒക്കെ കണ്ണു വെട്ടിച്ച് കൊണ്ടു നടക്കാനും വിതരണം ചെയ്യാനും ഒക്കെ എളുപ്പമാകുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പെൺകുട്ടിക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥത തോന്നിയപ്പോൾ അവളുടെ അമ്മ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞു, ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് അമ്മയും മകളെയും കൂടി ഒന്നിച്ച് വിളിച്ചുകൊണ്ട് മകളുടെ മുന്നിൽ വെച്ചിട്ടാണ് അമ്മയോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ മകള് ഗർഭിണിയാണ്. അന്ന് ആ പെൺകുട്ടി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഡോക്ടറുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ അങ്ങനെ ആരുടെയും കൂടെ പോയിട്ടില്ല. സത്യമായിരുന്നു. പക്ഷെ ആരും അവളെ വിശ്വസിച്ചില്ല. ഇവളെ ബ്ലഡിന്റെയും യൂറിന്റെയും ഒക്കെ ടെസ്റ്റ് റിസൾട്ട് കാണിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഇവള് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴും അവൾ പറഞ്ഞു, ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഇവളോടും ഇവളുടെ കൂട്ടുകാരികളോടും ഒക്കെ അന്വേഷിച്ച് ഇതിന്റെ ഉത്തരവാദിയെ കിട്ടിയപ്പോൾ അത് അതിനേക്കാളും വലിയൊരു ട്രാജഡി, അത് അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി എന്നുള്ളതാണ്. ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് കരുതിയിരുന്ന അവൻ തന്നെ അതിന് കാരണമായി. അപ്പോഴും ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവന്റെ കൂടെ എവിടെയും പോയിട്ടില്ല. പക്ഷെ എവിടെയോ വെച്ച് ജ്യൂസിൽ എന്തോ കലക്കി കൊടുത്തു, പിന്നെ നടന്നത് ആ കുട്ടി അറിഞ്ഞില്ല. കാലം അതാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് എത്തുന്ന ഒരു കാലം. ജാഗ്രത പാലിച്ചേ പറ്റൂ. സത്യത്തിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് പെരുകുന്നു? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ ഭീകരമായിട്ടുള്ളൊരു സാധനം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ എന്തതിനൊരു കാരണം? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് പെരുകണേ? നിങ്ങളുടെ അഭിപ്രായം പറ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം വരും, പകലത്തെ ക്ഷീണവും കളിയൊക്കെ ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് പെരുകുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? തുറന്നു പറഞ്ഞോ, എന്തും പറയാം, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം അത് ആരുടെ മുന്നിലും പറയാനുള്ള ധൈര്യം വേണം. അതാണ് സത്യം. ഇങ്ങനെയുള്ള ക്യാമ്പുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ്. ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാൻ. അത് നമുക്കിതിൻ്റെ ഒരു ഉപയോഗത്തിന്റെ കാരണത്തിലേക്ക് വരുമ്പോൾ പറയാം. ഓരോരുത്തർ ഉപയോഗിക്കാനുള്ള ഒരു കാരണത്തിലേക്ക് വരുമ്പോൾ നമുക്കത് പറയാം. വെരി ഗുഡ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ ഇങ്ങനെയുള്ള ഇത് കൂടി വരാനുള്ള ഒരു കാരണം എന്താ? അല്ലെങ്കിൽ ആര് കാരണമാണ്? ഫ്രണ്ട്സ്. അതും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ, ഇവള് പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു ഉപയോഗത്തിന്റെ കാരണത്തിലേക്ക് വരുമ്പോ പറയാം. ഇതൊന്നും ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയണ്ടോ? തുറന്നു പറഞ്ഞോ എന്തുണ്ടെങ്കിലും. ലഹരിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ തോനെ ഉണ്ട്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ എണ്ണം കൂടിയത് കൊണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെന്താ? ചിലരൊക്കെ ഇങ്ങനെ ചുണ്ടനക്കുന്നുണ്ട്, ഇങ്ങോട്ട് പുറത്തേക്ക് കേൾക്കുന്നില്ല എന്നുള്ളൂ. ഇങ്ങനെയുള്ള ക്യാമ്പുകളുടെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ അത് ആരുടെ മുന്നിലും പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളോട് ആരോടൊന്നും ചോദിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ അടുത്താണ് ഫ്ലോർ, ഞാൻ പറയാണ്ട് ആരും നിങ്ങളോടൊന്നും ചോദിക്കാൻ പറ്റില്ല. ബാക്കിലിരിക്കണവർക്ക് അവിടെ ഇരിക്കുള്ളൂ, അത് വേറെ കാര്യം. എന്തെങ്കിലും
സിനിമയുടെ സ്വാധീനം നമ്മുടെ യുവതലമുറയിൽ നമ്മുടെ പല സിനിമകളും പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെ എന്താ? പൊതുവെ ഇതൊന്നും അല്ലാതെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ടത് തോന്നാത്തത് നിങ്ങൾ ഈ ഒരു ചെറുപ്രായത്തിലായതുകൊണ്ടാണ്. പക്ഷെ മുതിർന്ന ആളുകളോടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നെങ്കിൽ ആദ്യം തന്നെ അവർ പറയുന്നതെന്നറിയോ? സാറേ, നിങ്ങൾ പോരായിട്ടാ, എക്സൈസുകാരും പോലീസുകാരും ശരിയല്ലായിട്ടാ സാറേ. ആരോ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഓളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അപ്പോഴും പറഞ്ഞില്ല എന്നോട്. എന്താ പറയാൻ പഠിക്കണം? ഞാനത് ചോദിച്ചു, എനിക്ക് ആ മറുപടി എനിക്കറിയാം. നിങ്ങളത് പറയൂ എന്നുള്ളതും ചിലരുടെ മനസ്സിൽ അതുണ്ട് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ ആളെ പിടിച്ചോണ്ടുപോയി ചെയ്യും, അപ്പൊ തന്നെ ഇവരെ വിടുകയും ചെയ്യും. സാറേ, ഇതല്ല ഇതിനപ്പുറത്ത് നടക്കൂലേ നമ്മുടെ നാട്ടിൽ? എല്ലാവർക്കും ആ സംശയമുണ്ട്, ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ കൊണ്ടുപോകാറുണ്ട്, വിടാറുണ്ട്, നമ്മളില്ലാന്നൊന്നും പറയുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ലഹരി വസ്തുക്കൾ പെരുകുന്നതിന് ഉത്തരവാദിയായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എക്സൈസും പോലീസും ശരിയല്ല. പക്ഷെ അവിടെ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്, നമുക്ക് നിയമത്തിൽ പറയുന്നതേ ചെയ്യാൻ പറ്റൂ. കുറഞ്ഞ അളവിലാണ് ഇത് പിടിച്ചെടുക്കുന്നതെങ്കിൽ അവർക്ക് ജാമ്യം നൽകുന്നില്ലട്ടോ, കേസ് ഇല്ലാതാവുന്നൊന്നുമില്ല. കേസ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന് പിടിച്ചെടുക്കുന്ന അളവിനനുസരിച്ചിട്ട് അതിന്റെ ശിക്ഷയ്ക്കൊക്കെ വ്യത്യാസമുണ്ട്. വളരെ കുറഞ്ഞ അളവ്, അതിൻ്റെ ഒരു മീഡിയം ക്വാണ്ടിറ്റി, കമേഴ്സ്യൽ ക്വാണ്ടിറ്റി, 3 ക്വാണ്ടിറ്റി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് മിനിമം ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടിപ്പോവും. പക്ഷെ കേസിന് ഫൈൻ അടയ്ക്കേണ്ടി വരും, പിന്നെ കോടതിയിൽ അടയ്ക്കും അവര്. അപ്പൊ അങ്ങനെ കുറഞ്ഞ അളവിലാണ് ജാമ്യം കൊടുക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് നൽകിയേ പറ്റൂ. അപ്പൊ നമുക്ക് അടുത്തൊരാളെ കെട്ടി കുറ്റം പറയുന്നത് എന്ത്? നിയമം ശരിയല്ല അല്ലേ? നമ്മുടെ നാട്ടിലത്തെ നിയമം പോരാ സാറേ. അപ്പൊ നിയമം പോരെങ്കിൽ പിന്നെ അതിന് ഉത്തരവാദി ആരാ? നിയമം ഉണ്ടാക്കുന്ന ആളുകൾ. അതാരാണ്? ഭരിക്കുന്ന ആളുകൾ. പണ്ട് മുതലുള്ള നിയമമാണ്. അപ്പൊ പിന്നെ ഇപ്പൊ ഭരിക്കുന്നവരെന്നല്ല, എല്ലാ കാലത്തും ഭരിച്ചു പോയവരെല്ലാവരും കുഴപ്പക്കാരാണ് നമുക്ക് പറയാം. കേന്ദ്രമാണെങ്കിലും ഇതൊക്കെ കേന്ദ്ര നിയമങ്ങളുണ്ട്, സംസ്ഥാന നിയമമുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് കുറ്റം പറയാം. ഇവിടെ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ, വലുതൊന്നും വേണ്ട, എന്തെങ്കിലും ചെറിയൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടു, ഏതെങ്കിലും ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരും ആവട്ടെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? പേടിയാണ് ഒന്നാമത്തെ പ്രശ്നം. നമുക്കെന്തായാലും അതിന്റെ കാരണത്തിലേക്ക് വരാം. അതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഇങ്ങനെയുള്ള സാധനത്തിനെതിരെ നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ മറ്റൊരാളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എന്താ അവകാശം? ഒരവകാശം ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള കാര്യം. ഒരു കാര്യം ഞാൻ പറയുന്നു, കുറച്ച് എക്സൈസുകാരും പോലീസുകാരും മാത്രം വിചാരിച്ചാൽ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. നമ്മൾ ഒന്നിച്ച് നിന്നാൽ തന്നെ നടക്കും. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പറയാതെ മറ്റൊരാൾ അറിയോ? നിങ്ങൾ പറയാതെ ടീച്ചേഴ്സ് അറിയില്ല, ടീച്ചേഴ്സ് പറയാതെ ഞങ്ങളും അറിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഓരോരുത്തരെ വീണ് കിട്ടും. അവരെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ കാക്കി കണ്ട് പേടിച്ചിട്ടോ ഒക്കെ അവരെന്തെങ്കിലും പറയുമ്പോഴൊക്കെയാണ് അവിടെ ഇവിടേക്കായിട്ട് വല്ലതും കിട്ടണേ. കുട്ടികളുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ പലതും പിടിച്ചെടുക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കാണെങ്കിലും ടീച്ചേഴ്സിന് പോലും വരുന്നത്. ആർക്കെങ്കിലും പറ്റുന്ന അബദ്ധങ്ങളിലൂടെ മാത്രമാണ് ഇങ്ങനെയുള്ള നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ എത്തുന്നത്, അല്ലേ? ആണ്. അവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു കാരണം എന്തുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന് നേരത്തെ മോള് പറഞ്ഞ പോലെയാണ്, പേടിയാണ്. ഇത് ഉപയോഗിക്കുന്ന ആളുകളെ, ഇത് വിതരണം ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ആളുകളെ നമുക്ക് പേടിയാണ്. ഇനി പേടിയല്ലാണ്ട് വേറെന്താ കാര്യം? ഒന്ന് പേടിയാണ്. പിന്നെയോ നമ്മൾ ഇതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കാൻ എന്താ കാരണം? നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികൾ പോലും ഇത് ഉപയോഗിക്കുന്നത് കണ്ടാൽ നമ്മളൊന്നും ചെയ്യില്ല. എന്തുകൊണ്ട്? ഒന്ന് പേടിയാന്ന് പറഞ്ഞു. പിന്നെന്താ? അതെ, അത് പേടിയിൽ വരും. അത് നമ്മളെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും, ഇതൊക്കെ നമ്മൾ ആ പേടിയിൽ വരും. ഓക്കെ, വേറെ പറഞ്ഞോ. എനിക്ക് മൈക്ക് നീളല്ല, അതുകൊണ്ടാ. വെരി ഗുഡ്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ ഓൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഓൻ്റെ ഫ്രണ്ടാണ്, ഞാനായിട്ട് ഓനൊരു ബുദ്ധിമുട്ടുണ്ടാക്കണതിനാ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നു. ഒന്നുകിൽ നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കാരാവും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാവും. നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നു. പിന്നത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? ഇത് ഇന്നെ ബാധിക്കണില്ല, ഓരെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ? ആ ഒരു ചിന്ത നമുക്ക് വരും. നമ്മൾ പോകുമ്പോൾ നമ്മളെ കൂടെ ഉള്ളവരുത്തം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിൽ തോന്നുക? ഓരെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്താ പ്രശ്നം? നമ്മൾ സൈഡിൽ കൂടെ കൊണ്ട് പോകും. പക്ഷെ ഒരു കാര്യം മറന്നു പോകാണ്. അപ്പോൾ മറക്കണ്ട, ഇന്ന് അവനാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് അവളാണെങ്കിൽ നാളെ അത് നിങ്ങളാണ് എന്ന് മറന്നു പോകാതിരിക്കുക.
കാര്യം ഇതും ഒരു ക്യാൻസർ പോലെയാണ്. ഒരു ഭാഗത്തു നിന്നാണ്ട് തുടങ്ങിയാൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് വന്ന് അവസാനം നമ്മളെ ചുറ്റിലുള്ളവർ മുഴുവൻ ഇതിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിയുള്ളൂ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ വഴിയില്ല എന്നുള്ളത്. നമ്മളും അതിൽ മുങ്ങി താഴുമ്പോഴേ നമ്മൾ അറിയും. പക്ഷെ ഇവിടെ ഒരു രസം കൂടിയുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് പേടി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാത്ത പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണ് നമ്മളതിനെതിരെ ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം കൂടി, അവിടെ ഒരു ചോദ്യം കൂടി വരാനുണ്ട്. എന്ന് വരെ നമ്മളൊന്നും ചെയ്യാതെ നോക്കിക്കൂ? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. എന്ന് വരെയാ? നമ്മളെ ബാധിക്കുന്നത് വരെ. നമ്മുടെ അനിയനോ അനിയത്തിക്കോ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ലഹരി വസ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ നോക്കിക്കൂല. എന്താ കാര്യം? അപ്പൊ നമ്മളെ ബാധിച്ചു. അപ്പൊ പിന്നെ അവിടെ പേടിയോ സ്വന്തം ബന്ധമോ സുഹൃത്തോ ഒന്നും നോക്കില്ല, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യും. സത്യമല്ലേ? അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം വരട്ടെ, എന്നിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. അറിയാതെയെങ്കിലും അങ്ങനെ പറഞ്ഞു പോകില്ലേ നമ്മള്? സത്യം പറയട്ടെ, ഈ ഒരു സമയം മതി അതിൻ്റെ ഉള്ളിലേക്കാണ്ട് ചെല്ലാൻ. തിരിച്ചിങ്ങോട്ട് പോരാനേ ചിലപ്പോൾ ഒരു ജീവിതം കൊണ്ടുപോലും പറ്റൂല. എത്രയോ ആളുകൾ കൗൺസിലിങ്ങിനും ഡോക്ടറുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളെ, കാലങ്ങളായിട്ട് നടക്കുന്ന ആളുകളെ നമുക്കറിയാം. വീണ്ടും തിരിച്ചുപയോഗിക്കും, എന്നിട്ട് കുറച്ചു കാലം ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകും, എന്നിട്ട് കുറച്ചു കാലം നല്ലപോലെ നടക്കും, വീണ്ടും വരുത് ഉപയോഗിക്കും. ഇങ്ങനെ കളിക്കുന്ന ആളുകൾ. കാര്യം അങ്ങോട്ട് ചെല്ലാൻ എളുപ്പമാണ്. അതുകൊണ്ട് മറന്നു പോകാതിരിക്കുക, പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു പുതുലഹരിയുടെ ചില പുതിയ പ്രശ്നങ്ങളാണ് നമുക്ക് നിങ്ങളോട് പറഞ്ഞേ. ആ ഒരു പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചില കാര്യങ്ങൾ. ഇനി നമുക്ക് പുതുലഹരിയുടെ ചില പുതിയ വഴികൾ പറയാം. നമ്മുടെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള കുറച്ച് കാരണങ്ങൾ. അത് ഈ ഒരു പണ്ടുണ്ടായിരുന്ന കാരണങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചേക്കുക. ഈ ഒരു പുതിയതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയണേ. പക്ഷെ അതില് പുതിയ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ. അത് പഴയ കാര്യം തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രത്തോളം കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നുണ്ടോ അവരിലൊരു 70% കുട്ടികളും ലഹരി വസ്തുക്കളുടെ ലോകത്തേക്ക് എത്തപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഞാൻ അടങ്ങുന്ന നിങ്ങളുടെ രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ എന്ന് ഞാൻ പറയാൻ കാരണം ഒരിക്കലും ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരുന്നുവെന്നോ പ്രോത്സാഹിപ്പിക്കുന്നു എന്നോ അർത്ഥമൊന്നുമില്ല. പക്ഷെ മറിച്ച് അതിനേക്കാളും വലിയൊരു സത്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടില് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളും തമ്മില് വല്ലാത്തൊരു അകലം കൂടിക്കൂടി വരുന്നില്ലേ? ഇല്ലേ? ഉറപ്പാണോ? ഇല്ലാന്ന് 100% ഞാൻ പറയുന്നുണ്ട്. ഞാൻ സമ്മതിക്കില്ല ഇല്ല എന്ന് പറഞ്ഞാലും. സത്യം. ഞാനത് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ലഹരി വസ്തു ഉപയോഗിച്ചു എന്നുള്ളത് ഒരു രക്ഷിതാവ് പലപ്പോഴും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിൽ രക്ഷിതാക്കൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യം. ഞാനിപ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ട് 2 മാസമായി. ഇപ്പൊ തിരൂരാണ് ഞാൻ വർക്ക് ചെയ്യണത്. പക്ഷെ ഒരു 3-4 മാസം മുമ്പ് ഞാനിവിടെ പരപ്പനങ്ങാടി വർക്ക് ചെയ്യുമ്പോൾ പരപ്പനങ്ങാടി സിവിൽ സ്റ്റേഷനിലേക്ക് ഒരു ഉമ്മയും ഉപ്പയും കൂടി അവരുടെ +2 പഠിക്കുന്ന ഒരു മകനുമായിട്ട് കയറി വന്നു എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 9 മണി സമയത്ത് ആ ഉമ്മ എന്നെ വിളിച്ചതാണ്. എന്നോട് പറഞ്ഞു, സാറേ എനിക്കൊന്ന് നിങ്ങളെ കാണണം. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? സാറേ, എൻ്റെ മകന്റെ കയ്യിൽ നിന്ന് ഇന്നലെ രാത്രി അവന്റെ ബാഗിനുള്ളിൽ നിന്ന് 2 പാക്കറ്റ് ഹാൻഡ്സ് കിട്ടി. എനിക്ക് സാറൊന്ന് അവനായിട്ട് കുറച്ചേരൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, മകൻ എന്താ ചെയ്യണേ? സാർ അവ ഇപ്പൊ +2 പഠിക്കണം. ഞാൻ പറഞ്ഞു വന്നോളം പറഞ്ഞു. ഒരു 11 മണിയായപ്പോൾ അവർ നമ്മുടെ ഓഫീസിലേക്ക് കയറി. ഇവിടെ സിവിൽ സ്റ്റേഷനിൽ 2nd ഫ്ലോറിലാണ് നമ്മുടെ ഓഫീസ്. നേരെ ഓഫീസിലേക്ക് കൊണ്ട് കയറി വന്നു. ഉപ്പയുണ്ട്, പയ്യനും ഉണ്ട്. പയ്യൻ ഏകദേശം എൻ്റെ സൈസ് തന്നെ ഉണ്ട്. +2 ആണെന്ന് സത്യം പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്, എന്നെക്കാളും തടിയൊക്കെ ഉണ്ട്, നല്ല സൈസുള്ളൊരു പയ്യൻ. ഇവരിങ്ങോട്ട് വന്ന് ആദ്യം തന്നെ ഉമ്മ എന്നെ സൈഡിലേക്കാണ്ട് വിളിച്ചുകൊണ്ടിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ നിങ്ങളെ വിളിച്ചില്ലേ രാവിലെ? കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആണ്ട് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ആണ്ട് കഴിയുമ്പോഴേക്കും എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാ കാര്യവും പറഞ്ഞു സാറേ. അവന് ഭയങ്കര സങ്കടമുണ്ട്. ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ്, അവൻ്റെ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഉപയോഗിച്ച് പോയതാണ്. അവന് കുറേ കരഞ്ഞു സാറേ. എനിക്ക് ഉറപ്പാണ് എൻ്റെ കുട്ടി ഇത് ഉപയോഗിക്കില്ല. ഞാൻ പറഞ്ഞു വളരെ നല്ലത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനിയിപ്പോൾ അതിൽ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ഞാനിപ്പോൾ എന്താ ചോദിക്കണ്ടേ? അല്ല സാറേ, ഇത് ഉപയോഗിച്ചാൽ എന്താ ഉണ്ടാകാമെന്നൊന്ന് സാറൊന്ന് പറഞ്ഞു കൊടുക്കണം. സാർ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ കണ്ടുണ്ടാവുമല്ലോ കുറേ. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓനൊന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു 10 മിനിറ്റ് മതി സാറേ. ഞാൻ പറഞ്ഞു ഓക്കെ. ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് കയറി. നേരെ എൻ്റെ മുന്നിൽ മേശയുണ്ട്. മേശയുടെ മുന്നിൽ ഈ മകൻ ഇരിക്കുന്നു, ഇപ്പുറത്ത് ഉമ്മ ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഉപ്പ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ പയ്യൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഒരു അബോൺ കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കിറ്റ് തരുന്നത്. അതായത് ഒരു ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കാനുള്ള ഒരു കിറ്റ്. കിറ്റിൻ്റെ ഉള്ളിൽ 2 സാധനമേ ഉള്ളൂ. അതായത് ഒരു കോലിൻ്റെ തുമ്പത്ത് കുറച്ച് പരുത്തി ഉണ്ടാവും. അത് നമ്മൾ അണ്ണാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് സലൈവ ആക്കിയിട്ട് മറ്റേമ്മൽ കുത്തി വെച്ചാൽ വര തെളിഞ്ഞ് വരും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ.
അപ്പൊ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഉപകരണം. ഞാൻ അതിന്റെ പൊട്ടിക്കാത്തൊരു കിറ്റ് എടുത്തിട്ട് ഈ പയ്യന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, മോനെ ഇതുവരെ നിന്റെ ഉമ്മേനോടും ഉപ്പേനോടും പറഞ്ഞ എന്താണെന്ന് എനിക്കറിയില്ല, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഞങ്ങൾ എക്സൈസുകാരോടും പോലീസുകാരോടും കള്ളം പറയരുത്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. നീ പറയുമ്പോൾ നമുക്ക് ഏകദേശം അത് മനസ്സിലാവും. നീ കള്ളമാണത് പറയുന്നതെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഇത് വെച്ച് പരിശോധിക്കും. പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കിറ്റ് പൊട്ടിക്കണ്ടേ? പൊട്ടിച്ചു കഴിഞ്ഞാൽ 500 രൂപ വില വരുന്ന മുതലാണ്. സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യണം, ആർക്ക് വേണ്ടി ഉപയോഗിച്ചു, എന്ത് ഉപയോഗിച്ചു, അതിന്റെ റിസൾട്ട് എന്ത്, അതിന്റെ ഫോളോ അപ്പ് ആക്ഷൻ എന്തൊക്കെ. അപ്പൊ പിന്നെ ഇറ്റ്സ് ലീഗൽ, അത് നിയമപരമാവും. അപ്പൊ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്നെ കേസുപ്പെടുത്താനോ ജയിലിടാനോ വേണ്ടിയിട്ടൊന്നുമല്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെ കൊണ്ടുനടന്നത്. ഞാനും നിന്നെ കേസുപ്പെടുത്തണമെന്ന് നമുക്കൊരു ഉദ്ദേശമില്ല. നിന്നെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് 2 കാര്യം അറിയണം, എന്ന് തുടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ അറിയണം. അതുകൊണ്ടാണ് പറയണേ, സത്യം മാത്രമേ പറയാവൂ. സത്യം പറയാം, മോന് തന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ചോദിക്കേണ്ട താമസം. കുട്ടി അപ്പം തന്നെ പറഞ്ഞു, സാറേ ഞാൻ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് സാറേ. ഈ കുട്ടി 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഈ കുട്ടി സിഗരറ്റും ഹാൻസും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഈ അച്ഛനും അമ്മയും അറിയുന്നത് പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് ഓഫീസിൽ വെച്ചിട്ട് ഒരു പ്രിവന്റ് ഓഫീസറായിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടാകുമ്പോൾ അത് ആരുടെ പരാജയമാണ്? ആരുടെ പരാജയമാണ്? രക്ഷിതാക്കളുടെ പരാജയമാണ്. ഈ കുട്ടി ഇത് പറഞ്ഞുവിടുമ്പോൾ തൊട്ടപ്പുറത്തിരുന്ന അമ്മ നെഞ്ഞത്തൊരടിയാണ്. കാര്യം അന്ന് രാവിലെ കൂടി ആ മകൻ അവരോട് പറഞ്ഞത്, ഉമ്മ ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിച്ചാണ് എൻ്റെ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ. ഞാൻ ഈ കുട്ടികളുടെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നതിൽ രക്ഷിതാക്കൾ ഉണ്ടാകുന്ന പരാജയം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനതൊരു കാര്യം പറയാൻ കാരണം. ഇനി ഒന്ന് ചോദിക്കട്ടെ, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇതിൽ? കൈതാത്ത് അത്യാവശ്യം ഒരു 10-60% കൈ പൊന്തിയിട്ടുണ്ട്. എന്തായാലും സന്തോഷം. അത് ഇങ്ങനെയൊരു ടീമായിട്ട് ഉള്ള ആളുകളായിട്ടാണ്, ഇങ്ങനെയൊരു പിയർ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്, ഇങ്ങനെ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ അവിടുന്ന് ഇവിടുന്നായിട്ട് സെലക്ട് ആയിട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ താല്പര്യപ്പെട്ട് വരുന്നിട്ടുള്ള കുറച്ച് ആളുകളായതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും കൈ പൊന്തിയത്. നേരെ മറിച്ച് നിങ്ങളുടെ ഒരു ക്ലാസ് റൂമിൽ വന്നിട്ടാണ് ഞാൻ ഇതേ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഒരു പാതി ഇപ്പോൾ കൈ പൊന്തൂല. ഞാനത് പറയാനുള്ളൊരു കാരണം, 15 കൊല്ലമായി ഇങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്, ഇതിപ്പോൾ 16ാമത്തെ കൊല്ലം. തുടങ്ങി അന്ന് മുതൽ പാരൻസിനോട് ഞാൻ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഞാൻ മുമ്പ് ഇരുന്ന ക്ലാസ്സിൽ ഇവരോട് ചോദിച്ചിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നത്. പാരൻസിനോട് പ്രത്യേകിച്ചും ചോദിക്കാറുണ്ട്. ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട് സത്യം. കാര്യം അതിനൊരു ഒറ്റ കാര്യം ഞാൻ പറയാനുള്ളൂ, അതൊരു LP സ്കൂളിലെ പാരൻസ് ആണെങ്കിൽ 100% രക്ഷിതാക്കളുടെ കൈ പോകുന്നു, ഒരാളുടെ കൈ താവില്ല. ചെറിയ മക്കളാകുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഉമ്മൊടുക്കലും കെട്ടിപ്പിടിക്കലൊക്കെ ഭയങ്കരമാണ്. പക്ഷെ അതൊരു UP സ്കൂളാണെങ്കിൽ ഒരു 70%-ലെങ്കിലും താഴും. ഹൈസ്കൂളിൽ എത്താണെങ്കിൽ ഒരു 40%. ഹയർ സെക്കൻഡറി എത്തുമ്പോൾ ഒരു 10 to 20, ഒരു 10-15% എത്തും. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമുക്കൊരു അകൽച്ച വരുന്നു എന്ന് തന്നെയല്ലേ? സത്യമല്ലേ? ഞാൻ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മളിത് പറയാനുള്ള കാരണം. കുട്ടികളുടെ മാറ്റങ്ങൾ അറിയുന്നതിന് രക്ഷിതാക്കൾ പരാജയപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം അതാണ്. ഈ ഒരു അകലം വരുന്നത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ചെറിയ മക്കൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, മക്കളെ നിങ്ങൾ ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ മതി. വളരെ സിമ്പിളാണ്. ദിവസം വൈകുന്നേരം വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയ്ക്കും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. സാറേ, ഉമ്മ കൊടുക്കലും ലഹരിയും തമ്മിൽ എന്താ ബന്ധം തോന്നുന്നുണ്ടോ? ഒരു സംശയം ചോദിക്കട്ടെ. നിങ്ങളൊരു സിഗരറ്റ് വലിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലഹരി വസ്തു ഉപയോഗിച്ചു, ഒന്നും വേണ്ട, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന നിങ്ങൾ കരുതുന്ന ഒരു തെറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒന്ന് വർത്തമാനം പറയാൻ പറ്റുമോ? അടുത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അത് എത്ര പൊട്ടിത്തെറുപ്പുള്ള കുട്ടികളാണ്, എത്ര വികൃതിയായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ശരി, അങ്ങനെ തന്നെയാണ്. ഈ പ്രായത്തിലുള്ള നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ 86 വയസ്സുണ്ട്. ഞാൻ അച്ഛൻ അറിയാൻ പാട്ടാത്ത എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തു എന്ന് പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് നോക്കാനോ അവരുടെ മുഖത്തേക്ക് നോക്കാനോ അടുത്തേക്ക് ചെല്ലണോ നമുക്കൊരു മടിയാണ്. അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കൂടിച്ചേരലിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമാണ്. അല്ലാതെ മറ്റൊരു രീതിയിൽ നമ്മൾ എല്ലാവരും വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിലേക്ക് കണ്ടു വെച്ചുമ്പോൾ അച്ഛനും അമ്മയും വന്നെങ്കാട്ടും കുട്ടികളെ മണത്ത് നോക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഉദ്ദേശിച്ച ഒറ്റ കാര്യം, വീട്ടിലുള്ളൊരു കൂടിച്ചേരലിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സത്യം. ഇടയ്ക്ക് പേരൻസ് നമ്മളോട് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, സാറേ കുട്ടിക്ക് വീട്ടിലേക്ക് വരാൻ ഇഷ്ടമല്ല സാറ്. സത്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു വീട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് നല്ല ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അതാണ് സത്യം.
ഒരു കാര്യം സത്യമാണ്, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ചേരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊരു സന്തോഷത്തിന്റെ ഒരു ലഹരി ഉണ്ടാവാനുണ്ട്. ആ ലഹരി കിട്ടാത്ത കുട്ടികളാണല്ലോ സത്യത്തിൽ ഒട്ടുമിക്ക കുട്ടികളും, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ഒട്ടുമിക്ക കുട്ടികളും തെറ്റായ ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോകുന്നത് എന്നുള്ളതാണ് സത്യം. ഇപ്പൊ അടുത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ 120 കുട്ടികളുണ്ടായിരുന്നു 2 ക്ലാസ്സിലുള്ള. ഞാൻ അവരോട് ഇതേ ചോദ്യം ചോദിച്ചു. സത്യം പറയട്ടെ, സങ്കടം വന്നു. ഒരാളുടെ കൈ പൊന്തിയില്ല. പക്ഷെ എനിക്ക് അതിനേക്കാളും സങ്കടം വന്നത് എപ്പോഴാണെന്നറിയോ? 1.5 മണിക്കൂറോളം ഞാൻ അവരോട് സംസാരിച്ച് കളിച്ച് ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം പറച്ചിലൊക്കെ ആയിട്ട് പോകാൻ നേരത്ത് ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് വേണ്ടി നിങ്ങളിന്ന് വീട്ടിൽ പോയാലൊരു കാര്യം ചെയ്യുമോ? അവരെല്ലാവരും പറഞ്ഞു, സാറ് പറ സാറേ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, വീട്ടിൽ പോയിട്ട് ഒരു അമ്മയ്ക്ക് അച്ഛനൊരു ഉമ്മ കൊടുക്കാൻ പറ്റുമോ? ധൈര്യത്തോടു കൂടി ആണെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നില്ല. എന്താ ഉണ്ടാവുക? സ്ഥിരം കൊടുക്കാത്ത ഒരാളാണെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് തലയും ചൊറിഞ്ഞ് ഇങ്ങനെ നിൽക്കും. അല്ല, സാറ് പറഞ്ഞതല്ലേ. ഇനി അഥവാ ഉമ്മ കൊടുത്തുക്കണെങ്കിൽ അപ്പം ഉമ്മ ചോദിക്കും, എന്തോ കാര്യം നടക്കാണ്ടല്ലോടി. അപ്പോ ഞാൻ ആ ഒരു കൂടിച്ചേരലിന്റെ ഇമ്പോർട്ടൻസ് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് രക്ഷിതാക്കളുടെ കാര്യം പറയാനുള്ള ഒരു കാരണം. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പുതുലഹരിയുടെ ചില പുതിയ വഴികളാണ്. ഈ ഒരു രാസലഹരി ഇങ്ങ് വന്നതിന് ശേഷം ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്നവർ എത്ര പേരുണ്ട് ഇതിൽ? ഇപ്പൊ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. +2 ഉണ്ട്. A+ന്റെ എണ്ണം ഉള്ളത് വലിയൊരു വിഷയമല്ലേ? അതിന്റെ പേടിയിലാണല്ലോ ഇപ്പം ഉണ്ടാവുക. എത്ര A+ കിട്ടി? 9 എണ്ണം. അടുത്ത ചോദ്യം എന്താ വരിക? 1 എവിടെ പോയി അല്ലേ? 1 എവിടെ പോയി എന്നാണ്. വെരി ഗുഡ്. 9 എണ്ണം കിട്ടിയില്ലേന്ന് ആരെയും പറയാനുണ്ടോ? അങ്ങനെ ഒരു വാക്കേ കേൾക്കാറില്ല. അപ്പം ചോദ്യം കേട്ടാത്തൊന്നും ഈ ചോദിക്കണവർ മുഴുവൻ പണ്ട് ഭയങ്കര മാർക്കൊക്കെ വാങ്ങി പോകുന്നവരാണ്. പക്ഷെ പണ്ട് 210 മാർക്ക് നേടി ചാടി പോകുന്നവരാണ് ഇപ്പൊ ഈ പ്രഷർ ഇടണേ വല്ലാണ്ട കുട്ടികളെ മേത്ത്. ഞാനിത് നിങ്ങളോട് പറയാനുള്ളൊരു കാരണം, സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇന്നത്തെ യുവതലമുറയ്ക്കൊക്കെ തന്നെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള താല്പര്യമൊക്കെ ഭയങ്കരമായിട്ടുള്ള ആളുകളാണ്. പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിനും ലക്ഷ്യബോധമുള്ള ആളുകളാണ്. എല്ലാം മുന്നോട്ട് പോകണമെന്ന് ഭയങ്കരതായിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട്, എളുപ്പവഴി നോക്കും. ചില സമയത്ത് എളുപ്പവഴി നമുക്ക് കണ്ടോ അത് അതിന്റെ പിന്നാലെ നമ്മൾ പോയി പോകുന്നുണ്ട് പലപ്പോഴും. അവിടെയാണ് നമ്മളിൽ പലർക്കും വഴി തെറ്റുന്നത് എന്നുള്ളതാണ് സത്യം. ഞാനൊരു കാര്യം ചോദിക്കാലോ, പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഞാനത് ചോദിക്കാനുള്ളൊരു കാരണം, സത്യം ചോദിക്കട്ടെ, പരീക്ഷ അടുത്താൽ ടെൻഷൻ ഉണ്ടാവലുണ്ടാ? ടെൻഷൻ ഉണ്ട്, സത്യമാണ്. എന്താണെന്നറിയില്ല, പരീക്ഷ അടുക്കുമ്പോൾ വല്ലാത്ത ടെൻഷനാണ്. അപ്പോൾ ഉറക്കമൊക്കെ കൂടുതൽ വരും. ബുക്ക് എടുക്കുമ്പോഴേക്കും ഉറക്കം വരും അല്ലേ? അതുവരെ മുമ്പൊന്നും അങ്ങനത്തെ ഉറക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ബുക്ക് എടുക്കുമ്പോൾ ഉറക്കം വരും. പഠിച്ചൊന്നും ഓർമ്മയിൽ നിൽക്കലുണ്ടാവില്ല. പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോഴാവും രാവിലെ ഒരു ചോദ്യത്തിൽ ഒരു സംശയം, അല്ല ആ സാധനത്തിന്റെ ഉത്തരം എന്തേനി? അപ്പൊ നമ്മൾ ബുക്കൊന്നും എടുത്ത് മറച്ചു നോക്കും. അപ്പൊ അതിന്റെ ഉത്തരം കണ്ട് വായിച്ച് വരുമ്പോഴാണ് ഇപ്പുറത്തൊരു ചോദ്യം കാണാം, ഞാനിത് പഠിച്ചല്ലോ മറന്നല്ലോ. എന്നാ പിന്നെ കഴിഞ്ഞ് ബാക്കിയുള്ള ചോദ്യം ഒന്നും ഓർമ്മയിലുണ്ടാവില്ല. ആ ടെൻഷനായി. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ടെൻഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നാളെ പ്രധാനപ്പെട്ട ഒരു എക്സാം നടക്കാം, ഭയങ്കര ടെൻഷൻ ഉണ്ട്, പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. ഈ ഒരു ടെൻഷനിൽ നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്നു, നിങ്ങളുടെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നത് എന്താണ് ഈ പ്രശ്നം? അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ പ്രശ്നം നമ്മൾ ഷെയർ ചെയ്യും. ഇങ്ങനെ നാളെ പരീക്ഷയല്ലേ, പണ്ടാറം പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഉറക്കം വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയോട് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് പറയുന്നു, എന്താ എൻ്റെ പ്രശ്നം? ഉറക്കം ഇതൊക്കെ അല്ലേ? ഉറക്കൊഴിഞ്ഞ് പഠിക്കണമെങ്കിൽ ഈ മരുന്നൊന്ന് കുടിച്ചു നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മരുന്ന് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉമ്മേനോട് ചോദിക്കുമോ? ആ ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ഉമ്മേനോട് ചോദിക്കാനൊന്നും നമ്മൾ നിൽക്കില്ല. നമ്മളത് വാങ്ങി കുടിക്കുക, നമ്മുടെ ഫ്രണ്ടാണല്ലോ പറയണമെന്നുള്ളൊരു ചിന്തയാണ് നമ്മളടുത്ത് വരിക. അതെന്നുവെച്ചാൽ നമ്മളോട് പറയുന്നത് എന്താ? ഉറക്കൊഴിഞ്ഞ് പഠിക്കണമെങ്കിൽ ഈ മരുന്ന് കുടിച്ചാൽ മതി എന്നാ പറയണേ. മയക്കുമരുന്ന് ഒന്നുമല്ല പറയണേ. ഇനി ടെൻഷൻ ഇല്ലാതാക്കണമെങ്കിൽ ഈ മരുന്ന് കുടിച്ചാൽ മതി. പഠിക്കുന്നത് മുഴുവൻ ഓർമ്മയിൽ നിൽക്കാൻ, ബുദ്ധിശക്തി കൂട്ടണമെങ്കിൽ ഈ മരുന്ന് കുടിച്ചാൽ മതി. എനിക്ക് നിങ്ങളോടൊന്നേ പറയാനല്ലോ, ഇങ്ങനെ ആര് എന്ത് തരുന്നാലും മരുന്ന് എന്ന് പറഞ്ഞിട്ടൊക്കെ തരുമ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ പോലെ ടീച്ചേഴ്സിനോടും പാരൻസിനോടൊക്കെ ചോദിച്ചതിന് ശേഷം മതി. അത് ആര് തരുന്നതാണെങ്കിലും. അതിപ്പോ അസുഖത്തിനാണെന്ന് പറഞ്ഞിട്ട് തരികയാണെങ്കിൽ പോലും, നമുക്കിപ്പോ സ്കൂളിൽ നിന്ന് വെച്ചാൽ പെട്ടെന്ന് വയ്യാതെ ആവുമല്ലോ, പനി, തലവേദന, ജലദോഷം, എന്തും വരാം അസുഖം. എന്തസുഖവും വരാം. നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരെന്തെങ്കിലും മരുന്ന് തരുമ്പോൾ വാങ്ങണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ ടീച്ചേഴ്സിനോട് പാരൻസിനോടൊക്കെ ചോദിച്ചിട്ട് മതി. കാലം അതാണ് എന്നതുകൊണ്ടാണ്. അപ്പൊ ഏറ്റവും ഇപ്പൊ നിങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നു. ഇപ്പൊ അടുത്തല്ല, ഇപ്പോൾ 1.5 കൊല്ലമായി
ഒരു പെൺകുട്ടി അവള് സൈക്കിക് ആവുന്ന വയലന്റ് ആവുന്ന ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിട്ട് പാരന്റ്സിനോട് പറഞ്ഞു നിങ്ങൾ അവളെ കൂട്ടിയിട്ട് പോകുമെന്ന് പറഞ്ഞു. പാരന്റ്സ് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വന്നു, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് അവസാനം അവളോട് ചോദിച്ചു, അവൾ ഡ്രഗിന് അഡിക്റ്റഡ് ആണ്. അപ്പൊ അവളോട് ചോദിച്ചു, മോളെ നിനക്ക് ഇതാരാ തന്നേ? അവൾ പറഞ്ഞു എന്റെ ഫ്രണ്ടാ തന്നേ. സ്വാഭാവികമായിട്ടും നിങ്ങൾ പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് തരുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഒരു ബോയ് ഫ്രണ്ടിന്റെയാ. സ്വാഭാവികമാണ്. കാരണം കുട്ടികളെ വശത്താക്കിയിട്ട് ബോയ് ഫ്രണ്ട് ഇതിന് നടക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവളോട് ചോദിച്ചത്, മോളെ ഗേൾ ഫ്രണ്ട് ആണോ ബോയ് ഫ്രണ്ട് ആണോ? അവൾ അപ്പം തന്നെ പറഞ്ഞു ഗേൾ ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ എന്തിനാണ് നീ ഇത് ഉപയോഗിച്ചത്, നിനക്ക് എന്തു പറഞ്ഞിട്ടാണ് നിന്റെ ഫ്രണ്ട് തന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞെന്താണെന്നറിയോ? സാറേ, എനിക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകലുണ്ട്, വയറുവേദനയും തലചുറ്റലും എല്ലാം കൂടെ ആയിട്ട് സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട്. എനിക്ക് ഇടയ്ക്ക് അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകാറില്ല. ഒരിക്കൽ ക്ലാസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ബെഞ്ചിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് വന്ന് ചോദിച്ചു, എന്താണ് ഈ പ്രശ്നം? ഞാൻ അവളോട് എൻ്റെ പ്രശ്നം ഷെയർ ചെയ്തു. ഓട്ടോമാറ്റിക്കലി അവളുടെ ഫ്രണ്ട് പറഞ്ഞെന്താണെന്നറിയോ? ഇതൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്, എനിക്കും ഇങ്ങനെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകലുണ്ട്, ഞാനിതിന് മരുന്ന് കുടിക്കലുണ്ട്, ഇതൊന്നും എനിക്കറിയില്ലേ, ഞാനിത് ഈ മരുന്നാ കുടിക്കൽ, ഇതൊന്ന് കുടിച്ചു നോക്കുമെന്ന് പറഞ്ഞ് അവൾക്കൊരു മരുന്ന് കൊടുത്തു. നമ്മളാണെങ്കിലും വാങ്ങി കുടിച്ചു പോകും. അവളത് വാങ്ങി കുടിക്കുകയും ചെയ്തു. കുടിച്ചപ്പോൾ അവൾക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണ അങ്ങനെ ഒരു സുഖം കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യും? അടുത്ത മാസം അതേ സമയമായപ്പോൾ അവൾ വീണ്ടും അവളുടെ ഫ്രണ്ടിനെ തേടി ചെന്നു, അന്നത്തെ മരുന്ന് കയ്യിലുണ്ടോ? 1 or 2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി അത് മാത്രവുമല്ല, ഇപ്പൊ ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല ലഹരികളെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പൊ സംഗീതം, നൃത്തം, ക്രിക്കറ്റ്, ഫുട്ബോൾ ഒക്കെ നല്ല നല്ല ലഹരികളൊക്കെ നമുക്ക് പറയാറുണ്ട് സത്യത്തിൽ. പക്ഷെ ഇവിടെ പോലും ഇന്ന് മയക്കുമരുന്നുകളുടെ സ്വാധീനം കണ്ടുവരുന്നു എന്നുള്ളതാണ് സത്യം. എന്ത് കൂടുതൽ നേരം കളിക്കണമെങ്കിൽ എനർജി ബൂസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു മയക്കുമരുന്ന്. ഒരു ഫുട്ബോൾ പ്ലെയറിന് ഞാൻ ചോദിച്ചപ്പോൾ ഫുട്ബോളിനെ പറ്റിയിട്ട് ലഹരിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്തപ്പോൾ എന്നോട് ഒരുത്തം വന്നിട്ട് പറഞ്ഞു, സാറേ ഈ ഫുട്ബോൾ ഒരൊറ്റ കാരണം കൊണ്ട് മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്കുണ്ട് സാറേ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി. കാര്യം ഫുട്ബോളിന്റെ ലഹരിനെ കുറിച്ച് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരാളാണ്. കാര്യം എൻ്റെ ലഹരി ഒന്ന് ഫുട്ബോളാണ് സത്യം. ഞാൻ ചോദിച്ചു അതെങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞെന്താണെന്നറിയോ? സ്ഥിരമായിട്ട് ഭയങ്കര കളിക്കാരനാണ്, എല്ലാ ടീമും കളിക്കാൻ വിളിക്കാൻ വരും, സെവൻസിന്റെ സീസൺ കണ്ട് തുടങ്ങിക്കാണെങ്കിൽ അവന് നല്ല വരുമാനമാണ്. അപ്പൊ അവൻ ഒരിക്കലും ഒരു ദിവസം കളി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോൾ വൈകുന്നേരം ഒരു കളി ഉണ്ടായിരുന്നു സെവൻസ്. ഇപ്പൊ സെവൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അക്രമക്കാർ, അടിപിടി നായട്ടൊക്കെ മാതിരിയാണ് ഇപ്പോഴത്തെ സെവൻസ് കണ്ടാൽ നെഞ്ഞിടിക്കും. ഇപ്പോൾ കളി കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് വേറൊരു ടീം ഒന്നും ഇവനെ കളിക്കാൻ വിളിക്കാൻ, രാത്രി ഫ്ലഡ് ലൈറ്റിലൊരു കളി ഉണ്ട്, എന്തായാലും വരണം. അവൻ പറഞ്ഞു എനിക്ക് വയ്യ. അപ്പൊ അവര് പറഞ്ഞു ഇന്ന് സെമിയാണ്, നാളെ ഇത് സെമി എന്താ ജയിച്ചാല് വലിയ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്, എന്തായാലും വരണം, ഞങ്ങൾ പോകില്ലാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്ക് വയ്യാഞ്ഞിട്ടാണ്. അപ്പൊ അവര് കൂടുതൽ പൈസ ഓഫർ ചെയ്തു, 5,000-6,000 റുപ്യ തരാന്ന് പറഞ്ഞു ഒരു കളിക്ക്. അവൻ പറഞ്ഞു എനിക്ക് വയ്യായിട്ട്. അപ്പൊ ഇവരെടുത്ത് പോയി ചോദിച്ചു എന്താ എന്റെ പ്രശ്നം? അവൻ പറഞ്ഞു എടാ തീരെ വയ്യ, ഞാനൊരു കളി കഴിഞ്ഞിരിക്കുകയാണ്, അതിനൊക്കെ മരുന്നുണ്ട്, എനിക്ക് ക്ഷീണം മാറ്റാൻ മരുന്ന് കിട്ടിയാൽ പോരെ. അതെന്ത് മരുന്ന്? അപ്പോഴും പറഞ്ഞു എനർജി ബൂസ്റ്റർ. കൊടുത്തു, ഉപയോഗിച്ചപ്പോൾ അവന് ആ നല്ല സുഖം, പിന്നെ ഒരു കളിയില്ല, വേണമെങ്കിൽ 10 കളിയും കളിക്കും. പക്ഷെ ഇതൊക്കെ ഇപ്പത്തെ എൻ്റെ ആവശ്യം എന്താണ്, അത് നടന്നു കിട്ടണം എന്നുള്ളൊരു ചിന്ത മാത്രം വരുമ്പോഴാണ്. നാളെ ഞാൻ എന്താവുമെന്നുള്ളൊരു ചിന്ത അവിടെ വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് കൂടുതൽ നേരം സ്റ്റേജിൽ പെർഫോം ചെയ്യണമെങ്കിൽ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നേരം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മളൊരു ഉത്തേജനം എന്ന രീതിയിൽ നമ്മുടെ മയക്കുമരുന്നുകളുടെ ലോകത്തേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നു എന്നുള്ളതാണ്.